നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസുകാർക്കിടയിലുള്ള ആത്മഹത്യ വീണ്ടും ചർച്ചയാവുകയാണ്. അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ ജീവനൊടുക്കി. വയനാട് സ്വദേശി വിനീതാണ് ആത്മഹത്യ ചെയ്തത്. SOG കമാൻഡോ ആയ വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു. അവധി നൽകാത്തതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന. മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. കേരള പോലീസ് സേനയിൽ ഉയരുന്ന ആത്മഹത്യാ നിരക്ക് ആശങ്ക ജനിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണ് മുമ്പ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ. കഠിനമായ ജോലിഭാരം കൊണ്ടുള്ള മാനസിക സമ്മർദ്ദമാണ് മിക്കവരുടെയും ആത്മഹത്യക്ക് കാരണമെന്നാണ് സേനാംഗങ്ങൾ പറയുന്നത്. മറ്റ് കാരണങ്ങളുണ്ടെങ്കിലും അതിലേക്കെല്ലാം നയിക്കുന്നതും ജോലി സമ്മർദ്ദം തന്നെ. പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ കൊണ്ടുവന്ന കൗൺസിലിംഗും യോഗയും കൊണ്ട് കാര്യമുണ്ടായില്ലെന്ന് വ്യക്തം. 48 മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നതുൾപ്പെടെ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന മേഖലയാണ് കേരള പോലീസ് സേന. ആവശ്യത്തിന് പോലീസുകാരുടെ അഭാവം, കുറ്റാന്വേഷണം, ക്രമസമാധാന പാലനം, VIP ഡ്യൂട്ടി തുടങ്ങി നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നതിനിടയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് പല ആശങ്കകളുമുണ്ട്. പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനെ വാർത്തകൾക്കപ്പുറത്തേക്ക് നോക്കാൻ ആരും മെനക്കെടാറില്ല. കർഷകരുടെ ആത്മഹത്യ നമ്മെ ആശങ്കപ്പെടുത്തിയിരുന്നു. അതിലേറെ ആശങ്കയുണ്ടാക്കുന്നു സമൂഹത്തിന്റെ കാവൽക്കാരായ പോലീസുകാരുടെ ആത്മഹത്യ പരമ്പര. പോലീസുകാരുടെ ആത്മഹത്യ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പക്ഷെ അതിന്റെ എണ്ണം പെട്ടെന്ന് കൂടുന്നത് 2015 മുതലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരള പോലീസിൽ ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ എണ്ണം 88 ആണെന്നാണ് സർക്കാരിന്റെ തന്നെ കൈവശമുള്ള കണക്ക്. 2015നും 2019നും ഇടയിൽ മാത്രം 51 പോലീസുകാരാണ് ജീവനൊടുക്കിയത്. 2016 മാത്രം 16 പേർ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഇങ്ങനെ പോയാൽ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന കാക്കി യൂണിഫോമിനെ മരണത്തിന്റെ കുപ്പായമായി കാണേണ്ടി വരും. കഴിഞ്ഞ വർഷം 2 IG-മാർ സമഗ്ര പഠനം നടത്തി പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പോലീസ് സേനയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്നായിരുന്നു കണ്ടെത്തൽ. അമിത ജോലിഭാരവും വിശ്രമമില്ലായ്മയുമാണ് മാനസിക പിരിമുറുക്കത്തിന് കാരണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ജോലിഭാരവും കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. മേലുദ്യോഗസ്ഥരുടെ പീഡനമാണ് സംസ്ഥാനത്ത് പോലീസ് ആത്മഹത്യകൾക്ക് പിന്നിലുള്ള മറ്റൊരു കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല. മാനസിക സമ്മർദ്ദമേറുമ്പോൾ ലഹരിയിലേക്ക് വഴിമാറുന്നു. പിന്നീട് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ട് ചിലർക്ക്. പോലീസ് സേനയിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്നത് വലിയ പ്രതിസന്ധികളാണ്. സ്വന്തം കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിരക്തി ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകും. പതിയെ ഈ പ്രശ്നം സാമ്പത്തിക പ്രയാസത്തിലേക്കും കുടുംബ ബന്ധങ്ങൾ താളം തെറ്റുന്നതിനും വഴിവെക്കുന്നു. മറ്റുള്ളവർ കേൾക്കെ വയർലെസ് വഴി പേരെടുത്തു പറഞ്ഞ് സഹപ്രവർത്തകർക്കിടയിൽ ഉദ്യോഗസ്ഥരെ ശാസിക്കുന്ന മേലുദ്യോഗസ്ഥർ തങ്ങളുടെ താഴെയുള്ളവരെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. പിതാവിന്റെ പ്രായമുള്ള പോലീസുകാരെ പ്രായത്തിൽ കുറഞ്ഞ ഏമാന്മാർ എടാ പോടാ എന്ന് വിളിക്കുന്നത് പതിവാണ്. കേൾക്കുന്നയാളുടെ മാനസിക പ്രയാസം പരിഗണിക്കപ്പെടുന്നതേയില്ല. പേരെടുത്ത് വിളിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഇവർ എങ്ങനെ പൊതുജനത്തെ സേവിക്കുന്ന ജനമൈത്രി പോലീസിന്റെ ഉയർന്ന തലത്തിൽ ഇരിക്കുന്നു എന്നതും ഒരു ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.